വാർത്തകളിലേക്ക് വിശദമായി. വീണ്ടും കോവിഡ് നിയന്ത്രണങ്ങളുമായി സർക്കാർ. പൊതുവിടങ്ങൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും കടകളിലും സ്ഥാപനങ്ങളിലും സാനിറ്റൈസർ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. സാമൂഹിക അകലം പാലിക്കണം. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, വീണ്ടും മാസ്ക് നിർബന്ധമാകുന്നു. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്? പിഴ ഈടാക്കുമോ? മാസ്ക് നിർബന്ധമാകുമ്പോൾ ധരിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കാനുള്ള നിർദ്ദേശമുണ്ടോ? നിലവിൽ പിഴ ഈടാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല. ഈ നിയമപ്രകാരം, അതായത് എപ്പിഡമിക് ഡിസീസസ് ആക്ട് പ്രകാരം തന്നെയാണ് ഇപ്പോൾ 2021 സാംക്രമിക രോഗങ്ങളുടെ ആക്ടിന്റെ 4ാം വകുപ്പ് പ്രകാരം തന്നെയാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. പക്ഷെ അതിൽ ഈ പിഴ ഈടാക്കുന്നത് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ശിക്ഷാ നടപടി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ നിലവിലെ സർക്കുലറിൽ വ്യക്തമാക്കുന്നില്ല. എന്തായാലും റെഗുലേഷൻ പ്രകാരം, അതായത് ഈ റെഗുലേഷനെ നിർദ്ദേശിച്ചിരിക്കുന്നത് തന്നെ 2023 കേരള എപ്പിഡമിക് ഡിസീസസ് കൊറോണ വൈറസ് ഡിസീസസ് റെഗുലേഷൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം 3 നിർദ്ദേശങ്ങളാണ് പ്രധാനമായി നൽകുന്നത്. ഒന്ന്, പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണം എന്നുള്ളതാണ്. ജോലി സ്ഥലങ്ങൾ കൂടാതെ പൊതുജനങ്ങൾ പ്രവേശിക്കുന്ന സ്ഥലങ്ങൾ, സാമൂഹികമായ കൂടിച്ചേരലുകൾ, വാഹനങ്ങൾ, യാത്രാ സമയം എന്നിവയിലെല്ലാം വായു സഞ്ചാരം കടക്കാത്ത വിധം മൂക്കും മൂടിയുള്ള മാസ്ക് ധരിക്കണമെന്നാണ് ഒന്ന് നിർദ്ദേശം. 2, സാനിറ്റൈസർ അല്ലെങ്കിൽ സോപ്പിന്റെ ഉപയോഗം. എല്ലാ സ്ഥാപനങ്ങൾ, തിയേറ്ററുകൾ, മറ്റ് കടകൾ, മറ്റ് പരിപാടികൾ എന്നിവിടങ്ങളിലെല്ലാം സംഘാടകർ അല്ലെങ്കിൽ ഉടമസ്ഥർ കൈകൾ ശുചിയാക്കാനുള്ള സാനിറ്റൈസർ അല്ലെങ്കിൽ സോപ്പ്, വെള്ളം എന്നിവ നൽകണം എന്നാണ് 2ാമത്തെ നിർദ്ദേശം. 3, സാമൂഹിക അകലം പാലിക്കണം. പൊതുയിടങ്ങളിലും ആളുകൾ കൂടുതൽ സാധ്യതയുള്ള മേഖലയിലും സാമൂഹിക അകലം പാലിക്കണമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. ഉമേഷ്, നമ്മൾ 2 ആഴ്ചകൾക്ക് മുൻപ് ഇതൊരു കോവിഡ് സാഹചര്യം അത് രൂക്ഷമാകുന്ന ഒരു അവസ്ഥയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ആ നിലയിലൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാകുമോ എന്നൊക്കെ സംശയിച്ചിരുന്നു. പക്ഷേ അത് കടന്നുപോയി. ഇപ്പോൾ ഇത്തരം ഒരു നിയന്ത്രണത്തിലേക്ക് പോകുന്ന സാഹചര്യം എങ്ങനെയാണ് വിശദീകരിക്കുന്നത് സർക്കാർ? കേന്ദ്ര നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മാസ്ക്, സാനിറ്റൈസർ, സാമൂഹികരണം എന്നിവ വീണ്ടും പാലിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ആ കേന്ദ്ര നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. നേരത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന ആരോഗ്യ വകുപ്പ് പ്രതിനിധികളുമായി വീഡിയോ കോൺഫറൻസ് വഴി ആശയവിനിമയം നടത്തിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം 1 മാസത്തേക്ക്, അതായത് തുടർ ഉത്തരവ് ഉണ്ടാകുന്നത് വരെ 1 മാസത്തേക്ക് ഒരു പുതിയ റെഗുലേഷൻ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ശരി, ഒന്ന് തുടരുക ഉമേഷ്. നമുക്കൊപ്പം ഇപ്പോൾ ഡോക്ടർ സുൽഫി നൂഹ് കൂടി ചേരുകയാണ്. ഡോക്ടർ, ഇപ്പോൾ ഇത്തരമൊരു നിയന്ത്രണത്തിന്റെ സാഹചര്യം എന്താണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? പിഴ ഈടാക്കില്ല, പക്ഷേ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കോവിഡ് കാലങ്ങളിൽ കണ്ടതുപോലെ സാനിറ്റൈസർ ഉപയോഗം അതൊക്കെയും പ്രോത്സാഹിപ്പിക്കുന്നു. 1 മാസത്തെ കാലാവധി, 1 മാസത്തെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് കോവിഡ് കണക്കുകളുമായി ബന്ധപ്പെട്ടുണ്ടോ? അബ്സല്യൂട്ട്ലി ഇല്ല. കേസുകളുടെ എണ്ണം കൂടുകയോ പെട്ടെന്ന് കേസുകളുടെ കുത്തിനെ കൂടുകയോ ആശുപത്രികളിൽ അഡ്മിഷൻ കൂടുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കോവിഡ് കേസുകളുടെ കോംപ്ലിക്കേഷൻ കൂടുകയോ ICU അഡ്മിഷൻസ് കൂടുകയോ രോഗികളുടെ മരണം കൂടുകയോ എന്നുള്ളൊരു സംവിധാനം തൽക്കാലം കേരളത്തിൽ നിലവിലില്ല. പക്ഷേ ഒരുപക്ഷെ ചൈനയിലും മറ്റു ചില രാജ്യങ്ങളിലൊക്കെ തന്നെ കേസുകളുടെ എണ്ണം പെട്ടെന്ന് കൂടുന്ന അതിന്റെ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലായിരിക്കണം കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഓപ്പൺ ഏരിയ, ഓപ്പൺ സ്പേസസ്, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാല് രോഗലക്ഷണമുള്ള രോഗികള്, ആരോഗ്യ പ്രവർത്തകര്, ആശുപത്രികൾക്കുള്ളില് അടച്ചിട്ട മുറികളില്, എയർ കണ്ടീഷൻ ചെയ്ത മുറികളില്, അത്തരം സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ മാസ്കിന് ഉപയോഗം തീർച്ചയായിട്ടും ഗുണം ചെയ്തേക്കാം. ഒരുപക്ഷെ കോവിഡിന് അല്ലെങ്കിൽ പോലും മറ്റു രോഗങ്ങളിലൊക്കെ തന്നെ മറ്റു രോഗങ്ങളൊക്കെ പടരുന്നത് തടയാൻ ഇത് ഒരു പരിധിവരെ ഇത് സഹായിച്ചേക്കാം. പക്ഷേ ഓപ്പൺ ഏരിയ, വളരെ വായു സഞ്ചാരമുള്ള മുറികള്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാസ്കിന്റെ ഉപയോഗം ഡിബേറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു 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 ഈ കാര്യത്തിൽ കൃത്യമായ നമ്മുടെ ആദ്യകാലങ്ങളിലൊക്കെ മാസ്ക് എന്തുകൊണ്ട് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഏത് സ്ഥലങ്ങളിൽ ഉപയോഗിക്കണം എന്നൊക്കെ കൃത്യമായി പറയാൻ കഴിയുമ്പോൾ ഈ ഒരു തീരുമാനം ഡിബേറ്റബിൾ ആണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അതൊരു
നമുക്ക് കർശനമായി പാലിക്കപ്പെടുവാനുള്ള നിർദ്ദേശം. തീർച്ചയായിട്ടും ഇത്തരം മാനദണ്ഡങ്ങൾ പലപ്പോഴും മാറി മാറി വരാറുണ്ട്, ഇത്തരം നിർദ്ദേശങ്ങൾ മാറി മാറി വരാറുണ്ട്. ഒരുപക്ഷെ നമുക്ക് കോവിഡിന്റെ കണക്കുകളെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തത അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. തൽക്കാലം ഈ ഒരു നിർദ്ദേശം തീർച്ചയായിട്ടും ഡിബേറ്റബിൾ ആണ് എന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയും. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പിഴ ഈടാക്കുന്നില്ല, മാസ്ക് നിർബന്ധമാണ് എന്ന് പറയുന്നു. നമുക്ക് അറിയാം, കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് ആശങ്കയുണ്ടായിരുന്നു കോവിഡിനെ കുറിച്ച്. അപ്പോൾ ആളുകൾ സ്വന്തമായി ഒരു കരുതൽ എന്ന നിലയിൽ മാസ്ക് ഒക്കെ ധരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കോവിഡിനൊപ്പം ജീവിക്കുക കേരളത്തിലെ ഉള്ളവരെ സംബന്ധിച്ച് അതൊരു ശീലമായി മാറിക്കുന്നു. കോവിഡിനൊപ്പം ജീവിക്കുക മാത്രമേ സാധ്യമാകൂ എന്നൊരു റിയാലിറ്റി ജനങ്ങൾക്കുമുണ്ട്. അപ്പോൾ പിഴ ഒഴിവാക്കിക്കൊണ്ട് ഇത് എത്രമാത്രം നടപ്പാക്കാൻ കഴിയും എന്നതിലൊരു ആശങ്കയുണ്ടോ? ആരോഗ്യത്തിലെ എല്ലാ നയങ്ങളും പോളിസികളും ഒക്കെ ജനങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല, അത് ജനങ്ങൾ സ്വയം സ്വീകരിച്ച് നടപ്പിലാക്കേണ്ടതാണ്. ഒരു പബ്ലിക് ഹെൽത്തിന്റെ പോളിസി തന്നെ അതാണ്. നമുക്ക് ഒരു നിർദ്ദേശമുണ്ട്, വാക്സിൻ എടുക്കണം, നിങ്ങൾ വാക്സിൻ നിർബന്ധപൂർവ്വം എടുക്കണം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നിർബന്ധിക്കുക അല്ലെങ്കിൽ അവരെ അടിച്ചേൽപ്പിക്കുന്നത് ഒരു ഹെൽത്തി എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യ സംവിധാനത്തിന് തീർച്ചയായിട്ടും നല്ലതല്ല. അതുകൊണ്ട് മാസ്കുകളോ അല്ലെങ്കിൽ എന്ത് തരം പബ്ലിക് ഹെൽത്ത് നിർദ്ദേശങ്ങളാണെങ്കിലും അത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. അങ്ങനെ ഒരു നിലപാട് തൽക്കാലം ഇല്ലാത്തത് തന്നെ വളരെ നല്ല കാര്യമാണ്. മറ്റൊരു കാര്യം, കോവിഡുമായിട്ട് നമ്മൾ ജീവിച്ചു പോവുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കോവിഡ് ഇവിടെ തന്നെ ഉണ്ടാകും, അത് വർഷങ്ങളോളം അല്ലെങ്കിൽ എന്താ പറയാ ദശാബ്ദങ്ങളോളം ഇവിടെ തന്നെ ഉണ്ടാകും. അതൊരു സാധാരണ രോഗമായിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടാകും. അത് ഒരുപക്ഷെ വളരെ മുതിർന്ന ആൾക്കാരിലും മറ്റു ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലും മാത്രം ഒരു മരണമോ മറ്റു കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യത മാത്രമാണ് ഇപ്പോഴുള്ള തെളിവുകൾ കാണുന്നത്. പക്ഷേ ഇതിനകത്തൊരു അപകടമുള്ളത്, ഒരുപക്ഷെ ധാരാളം ആൾക്കാരിൽ ഒരുപാട് ആളുകൾ നിൽക്കുകയാണെങ്കിൽ പുതിയ വകഭേദങ്ങൾ ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വിദൂരമായി നമുക്ക് കാണുവാൻ കഴിയും. കോവിഡ് നമ്മുടെ കൂടെ ഉണ്ടാവും, പക്ഷെ ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ധാരാളം വിദേശത്തുള്ള ആൾക്കാരൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇത്തരം നിയന്ത്രണങ്ങൾ ഔദ്യോഗികമായിട്ട് വേണ്ടി വന്നിരിക്കാം. ശരി, വളരെ നന്ദി ഡോക്ടർ, ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്, കാര്യങ്ങൾ വിശദീകരിച്ചതിന്. വീണ്ടും കോവിഡ് നിയന്ത്രണങ്ങളാണ് വരുന്നത്. പൊതുവിടങ്ങൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും കടകളിലും സ്ഥാപനങ്ങളിലും സാനിറ്റൈസർ നൽകണമെന്നും ഉള്ള നിർദ്ദേശമാണ് വരുന്നത്. ഒരു മാസം ഇത് കർശനമായി പാലിക്കാനുള്ളൊരു നിർദ്ദേശം വരുന്നു. പക്ഷേ പിഴയോ അത്തരം നിർദ്ദേശങ്ങളോ ഇല്ല. ഇതൊരു ഉത്തരവാദിത്തമായി കണ്ട് ജനങ്ങൾ തന്നെ ഇത് ഏറ്റെടുക്കണം എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം അതാണ് നിർബന്ധിക്കുന്നത്.